ഞാനിപ്പോൾ ആരാന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. കണ്ടിയിലെ ആലിക്കുട്ടി ഹാജിൻ്റെ ഇളയ മോനാണ്. കണ്ടിയിലെ തറവാട്ടിൽ തന്നെ ഞാനും എൻ്റെ ഒരു അനിയൻ എന്ന് പറഞ്ഞാൽ പിലാശ്ശേരി അബ്ദുറഹ്മാൻ ഹാജിൻ്റെ അനിയന്. ഞങ്ങൾ രണ്ടാളപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞങ്ങളെ തറവാട്ടിൽ വരിക. അപ്പോൾ അവൻ്റെ നേരെ ഇത്. അപ്പോൾ ഞങ്ങളുടെ ഏട്ടന്മാരാണ് ബാക്കിയുള്ളതൊക്കെ. ഞാൻ ഏറ്റവും തറവാട്ടിൽ തന്നെ ഏറ്റവും താഴെയുള്ള ആളാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു പാപ്പക്ക് ഇവിടെ ഒന്ന് പറയാനുള്ളത്, ഇവിടെ പിന്നെ അബ്ദുറഹ്മാൻ ഹാജി മുതലൂരി വെച്ചപ്പോൾ പിന്നെ കുറച്ച് പാറുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും തെങ്ങ് വേണ്ടിയിരുന്നു. അപ്പോൾ എല്ലാവരും തെങ്ങുള്ള സ്ഥലം എടുത്ത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ് പിന്നെ ഇപ്പൻ്റെ മുതലല്ലേ, ആരെങ്കിലും ഒരാളെ പേരിലിടണമല്ലോ. അപ്പോൾ ഒരു 2-3 ഏക്കർ സ്ഥലം ഇപ്പൻ്റെ പേരിൽ പാറായ സ്ഥലം ഇട്ടിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി. അതുവഴി ഞങ്ങൾക്ക് ബിസിനസ്സിലൊക്കെ എത്തിപ്പെടാൻ കഴിഞ്ഞ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും പിന്നെ അത് കിട്ടിയാൽ കുഴപ്പമില്ലാതായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ആരും കൊടുക്കുകയും ചെയ്തില്ല. അങ്ങനെയൊക്കെയാണ് ഇത്. പിന്നെ പഴയ തറവാടായിരുന്നു ഇത്. പിന്നെ ആലിക്കുട്ടി ഹാജിൻ്റെ വീടായിരുന്നത്. അത് ആലിക്കുട്ടി ഹാജി ഉള്ള സമയത്ത് തന്നെ ഞാനൊരു പ്രാവശ്യം പൊളിച്ച് ഒക്കെ നന്നാക്കിയിരുന്നു. പിന്നെ ഇപ്പോൾ ഒന്നുകൂടി ഞാനൊന്ന് മോഡിഫൈ ചെയ്ത് ഇതാക്കി. പിന്നെ അൽഹംദുലില്ലാ ജീവിതമൊക്കെ നല്ല ഉഷാറാണ്. മക്കളുണ്ട്, 3 ആളുണ്ട്. മോള് MBBS ആണ്. അവളിപ്പം ഇവിടെ ഉണ്ടായിരുന്നു, ജോലിക്ക് പോയതാണ്, ലീവ് എടുക്കാൻ കഴിഞ്ഞില്ല. അവളിവിടെ EMSലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പുയ്യാപ്പിള UK-ലാണുള്ളത്, എഞ്ചിനീയറാണ്. പിന്നെ ഒരു മോളും ഇപ്പോൾ UK-ലാണുള്ളത്, MBA ചെയ്യാൻ പോയതാണ്. മോനിപ്പോൾ ഡിഗ്രിക്ക് കയറിയാണ് ദേവഗിരിയിൽ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഇതുള്ളത്. പിന്നെ പെങ്ങന്മാരൊക്കെ ഉണ്ട്. ഒരു പെങ്ങൾ മരിച്ചുപോയി, 11 ആളിൽ ഒരു പെങ്ങളിപ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും ഉണ്ട്. പിന്നെ മൂത്ത ജ്യേഷ്ഠനാണിത്, അബ്ദുറഹ്മാൻക. അപ്പോൾ നേരത്തെ ഒരു പെങ്ങൾ പോയി. പെങ്ങളൊക്കെയാണ് ഞങ്ങളെ ചുറ്റുപാട്. അപ്പോൾ എല്ലാവരും ദ്വാരക്കുക. കുടുംബം ഒന്നുകൂടി നമുക്ക് എല്ലാവരെയും കൂട്ടി ഒന്നുകൂടി മുന്നോട്ട് പോകണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാവരും കൂടെ കൂടി ചേർന്ന് എന്താ വേണ്ടത് വെച്ചാൽ ചെയ്ത് കാര്യങ്ങളൊക്കെ ആക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സാമല്. ഇവിടെ വാപ്പ ഇങ്ങനെ പറയലുണ്ട്, എനിക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുടുംബക്കാരുണ്ട്. അവസാനമായപ്പോൾ കുറേ കഥകൾ പറയും. പക്ഷേ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അന്ന് നല്ലപോലെ ശ്രദ്ധിച്ച് ഞാൻ കേൾക്കണമായിരുന്നു. പക്ഷെ അതിൻ്റെ തെറ്റാണ്. ഒരുപാട് കഥകൾ പറയണില്ലേ അവസാനം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ കേൾക്കും, കുറച്ചൊക്കെ അവിടെ ഇരിക്കൂ. ഇവിടെ വന്നിരിക്കുന്നറിയൂ. അറിയൂ. അപ്പോൾ ഞങ്ങൾ വേറെ എന്തെങ്കിലും പണി ഉണ്ടാവുമല്ലോ. എന്നാലും കുറേ കഥകൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നും അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടില്ല. എന്നാലും ഓരൊക്കെ കുറച്ച് കാലം കൂടി ഉണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി സന്തോഷമായി. അല്ല, നല്ലപോലെ ഒന്നുകൂടി നോക്കാനൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ അവർ പെട്ടെന്ന് പോയി. ഉപ്പ പറയാറുണ്ടായിരുന്നു അരീക്കോട് കുടുംബമുണ്ട്, അവിടെ പോകണോ. പിന്നെ എപ്പോഴും പറയായിരുന്നു. പക്ഷെ ഞങ്ങളന്ന് അത്ര അതൊരു മൈൻഡ് വെച്ചില്ല അന്ന്. പിന്നെ കാക്ക അബ്ദുള്ള കാക്ക ഇപ്പോൾ സുബൈറിനടക്കണ കാക്കല്ലേ, സുബൈറിൻ്റെ ഉപ്പ, ഒരു പറയലുണ്ട്. ഒരു എല്ലാ സമയത്തും എല്ലായിടത്തും പോയി കുടുംബം വെത്തുക്കുന്ന ആളാണ്. എവിടെ മരിച്ചെടുത്ത് എന്തുണ്ടെങ്കിലും പോകുന്ന ബൈക്കൊക്കെ അത് നമ്മളെ കുടുംബം അത് ഇങ്ങോട്ട് വേണം. പക്ഷെ പറയാമെന്നല്ലാണ്ട് നമ്മളൊക്കെ ആന്ന് പറയുമെന്നല്ലാണ്ട് അതിൻ്റെ കുടുംബത്തിൻ്റെ സീരിയസ് എന്താണെന്ന് മനസ്സിലാക്കിയില്ല. ഉപ്പ എന്നും പറയായിരുന്നു അരീക്കോട് നമ്മളെ ഉണ്ട്, അരീക്കോട് പോകണോ ആവണോ, പിന്നെ മൂല്യാരായിരുന്നു എന്നൊക്കെ പറയായിരുന്നു. എവിടെ എങ്ങനെയെന്നുള്ള അങ്ങനെ ഒരു ധാരണ ഉപ്പക്കില്ല. അരീക്കോട് അങ്ങാടിയിൽ എവിടെ ഒരു സ്ഥലത്താണ് എന്നാണ് ഇപ്പോൾ പറയാം. പിന്നെ അരീക്കോട് ആ വൈദ്യരെടുത്തൊക്കെ ഉപ്പ ഇമ്മയും 2 ആളും സ്ഥിരമായിട്ട് വരലുണ്ടായിരുന്നു. അപ്പോൾ അന്നപ്പോൾ ആ സമയത്തൊക്കെ പറയലുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴാണ് നമ്മൾ നേരിൽ കാണാൻ കഴിഞ്ഞവരൊക്കെ പോയി. അതിന് ശേഷമാണ് ഇപ്പോൾ കുടുംബത്ര സീരിയസ് ആണെന്നുള്ളതൊക്കെ ആയാലും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾക്ക് പിന്നെ പഴയ കാലത്തുള്ള ആൾക്ക് കുറച്ച് ദേഷ്യമൊക്കെ കൂടുതലാണ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ വലിയ പെങ്ങന്മാരൊന്നും ഇവിടെ ഇപ്പൻ്റെ മുന്നിലേക്ക് നിൽക്കാനേ ചെയ്യില്ലേ. ഞാൻ വരുമ്പോഴൊന്നും, ഞാൻ വന്നതിന് ശേഷമാണ് എല്ലാവരും ഒന്ന് നല്ല മുന്നിലേക്ക് നിൽക്കാൻ തുടങ്ങിയത്. അപ്പം ഞാനങ്ങനെ തലയിലൊന്നും ഇടൂല. അപ്പം എന്നോട് പറയും, ഈ എന്താ തലയിലിടാത്ത, നല്ല ചുറ്റി തലയിലിടുന്നെന്ന്. അങ്ങനെ അപ്പം എടുക്ക് ഞാൻ ചുറ്റി തലയിലിടുമ്പോൾ പറയും, എൻ്റെ തലയിൽ തട്ടം വീണോയ്ക്കിനോ, തട്ടുണ്ടോ ഇങ്ങനെ ചോദിക്കൂ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, കട്ടാങ്ങലാണ്. ഞങ്ങളിവിടെ തറോൽക്കാരെന്നാ പറയാ, തറോൽ കൊടക്കാട്ടുകാരെന്ന് പറയും തറവാട്ടിൽ. താഴത്താ വീട്, കൊടുവള്ളി പോകുന്ന വഴി. പക്ഷെ എല്ലാ ഇവിടെ വാപ്പുള്ളത് കൊണ്ട് നമ്മളെല്ലാ കുടുംബക്കാരും ഇവിടെ വരിക. അപ്പം ഒരുവിധ ആൾക്കാരൊക്കെ എനിക്ക് അറിയുന്നത് വാപ്പനെ കാണാൻ വരുന്നോണ്ട് ഇവർക്കൊക്കെ അറിയുന്നേക്കാണ് കൂടുതൽ. പക്ഷെ എന്നെ എല്ലാവരും അറിയും.
ഞാൻ അങ്ങനെ ആയിരുന്നു ഉണ്ടായിന്. അപ്പോൾ നമുക്ക് എല്ലാവരും നല്ല കാര്യമായി, ഞങ്ങളൊക്കെ അത്രയും സ്നേഹത്തിലാണ് ഉണ്ടായിന്. നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. ആ വിദ്യാഭ്യാസം ഞാൻ SSLC കഴിഞ്ഞ് ഉറുദുവിന് പോയി. അത് പരീക്ഷ എഴുതിയെങ്കിലും പൂർത്തിയായില്ല. അപ്പോൾ പിന്നെ ഗൾഫ് പോയി. ഒരു 5-6 വർഷം മദീനത്തായിരുന്നു. അത് കഴിഞ്ഞാണ് ഇവിടെ നിന്ന് ബിസിനസ് തുടങ്ങിയത്. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ കല്യാണം കഴിഞ്ഞു, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ കല്യാണം കഴിച്ചു. പക്ഷേ ഇവിടുന്ന് പഠിക്കാനൊക്കെ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു, പക്ഷേ ഞാൻ പോയില്ല.